ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പാർലമെന്റ് മന്ദിരമിരിക്കുന്ന ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ചു. അതിപ്പോൾ കോടതിയിലാണ് എന്ന രൂപത്തിൽ ഇന്ന് റിജിജു ആവർത്തിച്ച് പറയുന്നുണ്ട്. UPA കാലത്ത് ഇങ്ങനെ ഭൂമി മുഴുവൻ വഖഫിന് ഇട്ടുകൊടുക്കുകയായിരുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം കൂടിയാണ് ഇന്ന് ഭരണപക്ഷം നടത്തിയത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഏറ്റവും വൈകാരികമായ ഒരു പ്രതികരണമാണത്. തീർച്ചയായും ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വൈകാരികവൽക്കരിക്കുക എന്നൊരു ഉദ്ദേശം തീർച്ചയായിട്ടും അതിന് പിന്നിലുണ്ട്. തങ്ങൾ ഇരുന്ന് ഡിബേറ്റ് ചെയ്യുന്ന ഈ ഫ്ലോർ ദ ഹൗസ് തന്നെ തർക്ക പ്രദേശമായി ഒരുപക്ഷെ വരാം എന്നാണ്. ഇപ്പോൾ തർക്ക പ്രദേശമാണ് എന്ന് പറയുന്നില്ല. കിരൺ റിജ്ജു പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഇതും അതുപോലെ പാലം, വിമാനത്താവളം ഇതെല്ലാം തന്നെ വഖഫിൻ്റെ പ്രോപ്പർട്ടിയായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ്. അതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഇതേക്കുറിച്ച് ചില നിഗമനങ്ങളുണ്ടായി, ചില നിർദ്ദേശങ്ങളുണ്ടായി. പക്ഷേ അതേക്കുറിച്ച് കാര്യമായ ധാരണകളൊന്നും തന്നെ ഉണ്ടായില്ല. പാർലമെൻറ്റ് മന്ദിരം എൻ്റെ അറിവിൽ തർക്കഭൂമിയല്ല. ഇതുവരെ അതേക്കുറിച്ചൊരു വ്യവഹാരവും നടന്നിട്ടുള്ളതായി അറിയില്ല. അതേക്കുറിച്ച് വാദഗതികളുണ്ടായി, മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ച് തർക്കങ്ങളോ സുപ്രീം കോടതിയിൽ കേസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ക്ലീനാണ്. പക്ഷേ വേണമെങ്കിൽ വാദത്തിനു വേണ്ടി പറയാം, മുൻകാലങ്ങളിലേക്ക് നമ്മളൊന്ന് ഉള്ളിയിട്ടാൽ മുഗൾ ചക്രവർത്തിമാരും അതിനു മുൻപുള്ള ഖിൽജിമാരും അല്ലെങ്കിൽ തുഗ്ലക്കുമാരും എല്ലാം തന്നെ ഭരിച്ചിരുന്ന സമയത്ത് ഡൽഹിയിൽ പല പ്രദേശങ്ങളും ഒരുപക്ഷെ വഖഫ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇസ്ലാം മതത്തിന് 1000-ലധികം വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഭൂമി കൈമാറ്റം ചെയ്തത് ഏത് രൂപത്തിലാണ് എന്ന മുൻകാല ഡീഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വാദത്തിന് വേണ്ടി ഇതൊരുപക്ഷെ പല ഡൽഹിയുടെ കണ്ണായ പല സ്ഥലങ്ങളും മുസ്ലിം ഭരണാധികാരികളോ അവരുടെ കൈവശമുണ്ടായിരുന്നതോ ആയ കാര്യങ്ങൾ 123 പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ എന്നാണ് പറഞ്ഞത്. 123 പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ എന്നാണ് പറഞ്ഞത് റിജിജു. അതിലൊന്നാണ് പാർലമെന്റ് എന്ന് കിരൺ റിജ്ജു കൃത്യമായി പറയുന്നില്ല. 123 കെട്ടിടങ്ങളിൽ വിമാനത്താവളവും പാർലമെന്റും വരുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. 123 കെട്ടിടങ്ങളുണ്ട്. പക്ഷേ അതിൽ പാർലമെന്റ് മന്ദിരം ഒരു തർക്ക വിഷയമായി ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചെയ്യുമായിരുന്നു എന്നാണ്. ചെയ്യുമായിരുന്നു, അതായത് ചെയ്യുമായിരുന്നു എന്നാണ്. ഒരു കോടതി വ്യവഹാരമായി അടുത്ത പടി കടന്നു. അടുത്ത പ്രതികരണം വരുമ്പോഴേക്കും കണ്ടില്ലേ കാര്യങ്ങൾ എങ്ങനെയാണ് വളരെ വേഗം കടന്നു പോകുന്നതെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു സെൻസേഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയാണ്. കാരണം ഈ ബില്ലെന്ന് പറയുന്നത് തീർച്ചയായും ഇത്രയും വൈകാരികവൽക്കരിച്ചില്ല എങ്കിലും രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന് NDA മുന്നണിക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യത്തിന് അംഗസംഖ്യ ഉള്ളതുകൊണ്ട് കൃത്യമായി പാസ്സാക്കും. ഇതിലൊരു പക്ഷേ ഏറ്റവും നിർണായകമായ ഘടകമെന്ന് പറയുന്നത് ലോക്സഭയിൽ ഇത് പാസ്സാക്കുമോ, ഇത് ഡൽഹിയിലെ പാർലമെൻറ്റ് ഒരുപക്ഷെ വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണോ ഇല്ലയോ എന്നതല്ല, മറിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ തീർച്ചയായും ഈ ബില്ല് കൊണ്ട് സാധിച്ചു എന്നത് നിസ്തർക്കമായി പറയാം. അതുകൊണ്ടാണ് KCBC കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും അതുപോലെ തന്നെ ഈ BCCI പിന്നെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മെത്രാൻ സമിതിയും കത്തോലിക്ക കേരളത്തിലെ മെത്രാൻ സമിതിയും രണ്ടും ഒരുപോലെ തന്നെ കോൺഗ്രസ് MPമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് MPമാരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണം. അത് മാത്രമല്ല ഒരു ബിഷപ്പ് കുറച്ചുകൂടെ കടന്നു കയറി പറഞ്ഞു, 5 വ്യവസ്ഥകൾ, ഈ ബില്ലിലെ 44 വ്യവസ്ഥകളുള്ളതിൽ 5 ഭേദഗതികൾ വ്യക്തമായി അതിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന താല്പര്യം കത്തോലിക്ക സഭ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് ഔപചാരികമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിനർത്ഥമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബില്ല് മൂവ് ചെയ്തവരുടെ മുന്നിൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം മൈനോറിറ്റീസ് തമ്മിൽ പരസ്പരം ഈ കാര്യത്തിലെങ്കിലും യോജിപ്പില്ല. അതിന് മുനമ്പം ഒരു കാറ്റലിസ്റ്റായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിഷയത്തിൽ മാത്രം നോക്കിക്കൊണ്ടത് കാണുന്നത് എങ്ങനെയാണ് ഡോക്ടർ മോഹൻ വർഗീസ്? സഭാ നേതൃത്വങ്ങൾ അതെങ്ങനെയാണ് അങ്ങനെ കാണുക? സഭാ നേതൃത്വത്തിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൂടി ഈ തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടാവുകയും അതിലൊരു നിയമം പാസ്സാക്കുകയും ചെയ്താൽ അത് സഭ അംഗീകരിക്കുമോ? ഇവിടെ ചർച്ച് ബില്ല് വന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? എങ്ങനെയാണ് ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ട നിലപാട്? നമുക്കറിയാമല്ലോ.
തീർച്ചയായും അവിടെയാണ് ഒരു ഇരട്ടതാപ്പോൾ. ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചിന് ആസ്തി വകകളുണ്ട്, വിദേശത്തു നിന്നും പണം വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കർശനമായി പരിശോധിക്കപ്പെടുന്ന ഒരു സംവിധാനം, അതും ക്രൈസ്തവ ഇതരരായ ആളുകൾ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഒരു രീതിയിലും ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുമെന്ന് കരുതാനാവില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിം ബോർഡിൽ, വഖഫ് ബോർഡിൽ 2 അംഗങ്ങളെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിന് പുറത്ത്, മുസ്ലിം സമുദായത്തിന് പുറത്തു നിന്ന് ഉണ്ടാകണം എന്ന ഒരു ചേഞ്ച്, അത് ഏത് രീതിയിലാണ് അംഗീകരിക്കപ്പെടുക? അത് ഒരുപക്ഷെ ക്രൈസ്തവ സമുദായം പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ വഖഫ് 40ാമത്തെ ക്ലോസ്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ സെക്ഷൻ 40, ആ സെക്ഷൻ 40 വളരെ നിർണായകമാണ് എന്ന് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പറയുന്നു. അതനുസരിച്ച് ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വഖഫിൻ്റെ ഭൂമിയാണെന്നൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ, അത് പിന്നെ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അത് പരിശോധിക്കാനോ അതിലെ തർക്കങ്ങൾ പരിഹരിക്കാനോ കഴിയൂ. നാടിൻ്റെ നിയമ സംവിധാനത്തിന് അതിന്മേൽ ഒരു ഇടപാടും ഉണ്ടാവില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങനെയല്ലെന്ന വ്യാഖ്യാനവും അങ്ങനെയല്ലെന്ന പ്രചാരണവും എന്തുകൊണ്ടാണ്? അത് BJP നടത്തുന്ന പ്രചാരണമാണ്. അതിനെ എങ്ങനെയാണ് സഭകൾ ഏറ്റുപിടിക്കുന്നത്? അല്ല, അത് പ്രചാരണം മാത്രമല്ല, ഇതിനകത്തൊരു നിയമവാഴ്ചയുടെ ഒരു എലമെൻറ്റ് അതിനകത്ത് വരുന്നുണ്ട്. റൂൾ ഓഫ് ലോയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. റവന്യൂ ഭൂമി, അത് ക്രൈസ്തവൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും മുസൽമാൻ്റെ ആണെങ്കിലും കൈവശമുള്ള റവന്യൂ, കരമടയ്ക്കുന്ന റവന്യൂ ഭൂമിൻ്റെ മുൻകാല പൂർവാശ്രമം, ആ ഭൂമിയുടെ പൂർവാശ്രമം എന്താണ് എന്ന് ആ വാങ്ങുന്ന വ്യക്തി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ കരം സ്വീകരിക്കുന്ന സ്ഥിതിക്ക് അത് ആ വ്യക്തിയുടെ തന്നെയാണ്. അത് അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകുക എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ചുമതലയിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോകുന്നു. ഒരു മതഘടനയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് തന്നെ രൂപപ്പെടുത്തിയ 1995 നിയമം അനുസരിച്ച് നിലവിൽ വന്ന വഖഫ് ബോർഡിന് അതിന്മേൽ നിയന്ത്രണം ഉണ്ടാവുകയും അതനുസരിച്ച് വരുന്ന തർക്കങ്ങൾ സാധാരണ കോടതിയിലല്ല, മറിച്ച് വഖഫിൻ്റെ ട്രൈബ്യൂണലിലാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് നീതി ലഭിക്കില്ല. അവിടെ മുസ്ലിങ്ങൾക്കല്ല, മുസ്ലിം ഇതരർക്ക് നീതി ലഭിക്കില്ല എന്ന ഒരു പരിഭവം ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. ഇതുപോലെ ഒരു പാരലൽ സംവിധാനം ക്രൈസ്തവർക്കില്ല എന്നും കൂടി ഓർക്കുക. അതുപോലൊരു ക്രൈസ്തവരുടെ പള്ളിയും അവരുടെ ഭരണസമിതികളും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വഖഫ് പോലെയുള്ള അതിന് സമാന്തരമായ ഒരു സംവിധാനം, പക്ഷേ അതിന് പകരം സമാന്തര സംവിധാനമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിൽ കലക്ടർക്ക് ഇതിൽ നടപടിയെടുക്കാം, കലക്ടർക്ക് ഇടപെടാം എന്നുള്ളതാണല്ലോ. കലക്ടർ ഇടപെട്ടാലും അതും പിന്നീട് നിയമപരമായ തർക്കങ്ങളിലേക്കും കോടതിയിലേക്കും തന്നെയല്ലേ പോവുക? ഡോക്ടർ മോഹൻ വർഗീസ്, കളക്ടർ അക്കൗണ്ടബിളാണ്. സിവിൽ സൊസൈറ്റിയോട്, ഗവൺമെൻറ്റിനോട്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തോട് അക്കൗണ്ടബിളാണ്. അതേസമയം വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു രീതിയിലും വഖഫ് ട്രൈബ്യൂണലിൻ്റെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറയാനാവില്ല. അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ അതൊരു ആത്യന്തിക ബോഡിയായി അതിന് മേലൊരു അപ്പീലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുൻപത്തെ വിഷയം പോലെയുള്ള വിഷയങ്ങൾ ഇവിടെ ആവർത്തിച്ചാൽ അതിന് പരിഹാരമില്ല, നാടിലെ കോടതികൾക്ക് കണ്ണും കെട്ടി നിൽക്കേണ്ടി വരും എന്ന അവസ്ഥയുണ്ടാകും. ഇതിന് സമാന്തര മറ്റൊന്നും തന്നെ മറ്റു മതങ്ങളിൽ പറയാനില്ല. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് നിയമവാഴ്ചയെ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾ ഒരുപക്ഷെ അതിനെതിരെ നിൽക്കുന്നു. പക്ഷേ ഈ നിയമം പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് ക്രൈസ്തവ സഭ പറയുന്നില്ല. ഇതിനകത്ത് ഭേദഗതികൾ വരുത്തുന്ന സെലക്റ്റീവ് ഭേദഗതികൾ, 5 ഭേദഗതികളുടെ കാര്യത്തിൽ മാത്രമാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ നിഷ്കർഷത പുലർത്താൻ. സംവിധാനം ആര് കൊണ്ടുവന്നു ഇവിടെ? മുസ്ലിം ന്യൂനപക്ഷം തീരുമാനിച്ചു കൊണ്ടുവന്നതാണോ? അത് ട്രൈബ്യൂണൽ എന്ന സംവിധാനം നിയമപരമായ നിലവിൽ അല്ല. തീർച്ചയായും അതിനകത്തൊരു പാർലമെന്റ് നിയമനിർമ്മാണം അനുസരിച്ച് തന്നെ വന്നതാണ്. ഒരു കാലത്ത് നടക്കുന്ന നിയമനിർമ്മാണം പിൽക്കാലത്ത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആണ് നിയമപരമായി കൊണ്ടുവന്നതാണ്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച്, ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ബില്ല് അവതരിപ്പിച്ച് പാസാക്കി വ്യക്തമായ നാടിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുവന്നതാണ്. അതിൽ തെറ്റുപറ്റി അത് നിയമവാഴ്ചയ്ക്ക് ചേരുന്നതല്ല എന്ന് പിൽക്കാലങ്ങളിലെ പല സംഭവങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആധികാരികമായ കണക്കുകളാണോ നമ്മുടെ മുന്നിൽ ഉള്ളത്? നമ്മുടെ മുന്നിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണുള്ളത്. അതിൽ വഖഫ് ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അതിൽ കൂടുതലായി പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റികൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അതിനെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രത്യേക കാലത്തിൽ നമ്മൾ കഴിയുന്നു എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ? ഡോക്ടർ മോഹൻ വർഗീസ്, കാലാകാലങ്ങളിൽ വരുന്ന മാറ്റമായിട്ടാണോ അതിനെ കാണേണ്ടത്? ഏറ്റവും അധികം ഭൂമി നഷ്ടപ്പെട്ടതിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ ഓർക്കൂ, ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ കരസേനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് വഖഫിൻ്റെ പേരിലാണ് എന്നാണ് പറയുന്നത്. 8,72,000 പീസസ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 1,20,000 കോടി രൂപയാണ്. അത്രയും മൂല്യമുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം ഏക്കർ, 10 ലക്ഷത്തോളം ഏക്കർ, 9 ലക്ഷത്തി സംതിങ്, അത്രയും ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ
കൈവശാവകാശം അല്ലെങ്കിൽ നിയന്ത്രണാവകാശം ഉള്ള വഖഫ് ബോർഡിനെ തുച്ഛീകരിച്ച് നമുക്ക് കാണാനാവില്ല. എത്രത്തോളം ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്ന് പറഞ്ഞാലും ഇപ്പോഴും അത് ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ മറ്റൊരു ട്രസ്റ്റിനും ഒരു ബോർഡിനും ഒന്നും അത്രയധികം ഭൂമിയുടെ അവകാശം പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അതൊരു നിർണായകമായ ഘടകമാണ്. ഇതേക്കുറിച്ച് രാജ്യവ്യാപകമായ ചിന്ത ഉണ്ടാകേണ്ടതാണ്. നാളുകളിൽ ഏതെങ്കിലും ഒരു പ്രദേശം മുൻകാലങ്ങളിൽ പാർലമെന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ, അതുകൊണ്ടാണ് പാർലമെന്റിന്റെ കാര്യം കിരൺ റിജ്ജു ആവർത്തിച്ച് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു തരം അതിശയോക്തി കലർന്ന ഒരു പ്രയോഗമായി എനിക്ക് തോന്നി. എങ്കിൽ പോലും ഇത് ചൂണ്ടിക്കാണിച്ചതിന്റെ പിന്നിലെ യുക്തി എന്ന് പറഞ്ഞാൽ നാളെ ശ്രീമതി സ്മൃതിയോ ഞാനോ ഇപ്പോൾ വസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ മേൽ വഖഫ് ഭൂമിയായിരുന്നു ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല നമ്മുടെ മേൽ വന്നു വീഴും എന്നതുകൊണ്ട് അതിനകത്തൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകണം എന്നതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്. Debate with Smriti Parithikar.